ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയ ചാനലാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ആ മണി അമർത്താം. അപ്പോൾ ഇനിയും എനിക്ക് സമയം കിട്ടും. എപ്പോഴും ഒന്നും വീഡിയോ ഇടാൻ സമയം കിട്ടാറില്ല. ജോലിയാണ്, പിന്നെ എടുക്കാനുള്ള പരിമിതി എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനി ഈ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് ഒരു ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് പ്രതികരിക്കാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണല്ലോ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് അത് ശരിയല്ലല്ലോ, അത് അങ്ങനെയല്ലല്ലോ എന്ന് പറയാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നു, അത് ശരിയെന്ന് തോന്നുന്നവർക്ക് ഫോളോ ചെയ്ത് കൂടാം, അല്ലാത്തവർക്ക്, ഇഷ്ടമല്ലാത്തവർക്ക് അവിടെ തന്നെ വിട്ടിട്ട് പോവാം. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന കമൻസുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ വന്ന് പറയാം. പക്ഷേ പറയുമ്പോൾ അവരവരുടെ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, ഞാനത് കേട്ടിട്ട് ഞാനത് ഒഴിവാക്കി അങ്ങ് പോവും. നമ്മൾ പറയുന്ന വാക്കും പ്രവൃത്തി എപ്പോഴും നമുക്കൊരു വില തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്കൊരു വില എൻ്റെ മനസ്സിലുണ്ടാകും. നമ്മൾ മരിച്ചു പോയാലും സ്വത്തും പണവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകും. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഫലം നമ്മൾ പോയാലും പിന്നീട് നമ്മുടെ കൂടെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രവർത്തിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മാന്യമായിട്ട് സഭ്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. മെയിനായിട്ട് പറയാൻ പോകുന്നത്, ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ ഫുള്ളും നിറഞ്ഞു നിൽക്കുന്ന ആളെന്ന് പറയുന്നത് രേണു സുധിയാണ്. പുള്ളിക്കാരിയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവരവരുടെ വഴി കൂടെ പൊക്കുന്നു, അവർ ജീവിക്കുന്നു, അതൊക്കെ അവരുടെ ഇഷ്ടം, നമുക്ക് ഒന്നും പറയാനില്ല. പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു വിഷയം പൊങ്ങി വന്നത് സുധി, കൊല്ലം സുധി എന്ന് പറയുന്ന മരിച്ചുപോയ ആ കലാകാരനെ കുറിച്ചിട്ടാണ്. പുള്ളിയുടെ ഇതൊക്കെ വെച്ചിട്ട് കേൾക്കുമ്പോൾ ചെറിയൊരു ശ്രീകൃഷ്ണനെ പോലെ, ചുമഞ്ഞ കൃഷ്ണനെ പോലെ, നമ്മൾ പറയുന്ന പോലെ 16,000 ഭാര്യമാരെന്നൊക്കെ തമാശയ്ക്ക് പറയൂലേ, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് എവിടെ ചെന്നാലും ഭാര്യമാരെ. കാരണം മരണത്തിലൂടെ ജീവിച്ചിരുന്നപ്പോൾ കലാപരമായിട്ടൊന്നും പെട്ടെന്ന് വലിയ കഴിവൊന്നും ഉണ്ടായ ആളല്ല, ആയിട്ട് പ്രശസ്തി ഉണ്ടായ ആളല്ല. പക്ഷെ മരണം കൊണ്ട് മരിച്ചപ്പോൾ ഭാര്യമാരുടെ എണ്ണം കൊണ്ട് പുള്ളി ഇപ്പോൾ ഭയങ്കരമായിട്ട് ടോപ്പായിട്ട് നിൽക്കുവാണ്. അതിനോട് ഞാനൊരു വോയിസ് കേൾപ്പിക്കാം, നിങ്ങൾ കേട്ടോളാം. ഞങ്ങൾ ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ചേച്ചി അതിലും വലിയ നാണക്കേട് ഞാൻ തരണം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ. ഇതിനകത്ത് പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത്. ചേച്ചി ഊഹിച്ചെടുത്തു അത്. ചേച്ചി ഇയാള് വരുമ്പോ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കാശ് കൊണ്ട് വെളിനാട് കണ്ട മനുഷ്യനാണ് അയാൾ. എന്റെ ഔദാര്യത്തിലാണ് അവൾ ജീവിക്കുന്നത്. ഇപ്പോഴും സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ഇതാരൊക്കെയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സുധിക്ക് 2 ഭാര്യയാണ്. ഒരു ഭാര്യ മരിച്ചുപോയി, ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ച് പോയി, രണ്ടാമത് കല്യാണം കഴിച്ചതാണ് രേണു എന്ന് പറയുന്ന സ്ത്രീയെ എന്നാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നുള്ളത്. ഇതിനിടയ്ക്കുണ്ടായ ഒരു ഷോർട്ട് ടേമിലുണ്ടായ ഒരു ഭാര്യയാണ്. അന്വേഷിച്ചതിൽ നിന്ന് വ്യക്തമാവുന്നത് അവർ ലീഗലി മാരീഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ലീഗലി തന്നെ ഡിവോഴ്സും വാങ്ങി. അവർ ഡിവോഴ്സ് വാങ്ങിയതിന് ശേഷമാണ് രേണു ലീഗലായിട്ട് ഇയാളുടെ ലൈഫിലോട്ട് വന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ലീഗലായിട്ട് അവർ ഡിവോഴ്സ് വാങ്ങുന്നതിന് മുന്നേ തന്നെ അവരുടെ ലൈഫ് പോവാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണം ഇപ്പോൾ ഈ പറയുന്ന സുധിയുടെ പ്രസന്റ് വൈഫായിട്ടുള്ള രേണു ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ചോദിക്കും, ഇത്രയും കാലം ഇവർ മിണ്ടാതിരുന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഇവരിവിടെ വന്ന് അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്നു, അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ അസൂയ കാരണം മൂത്താണോ ഇതൊക്കെ വന്ന് പറയുന്നതെന്നൊക്കെ നമുക്ക് സ്വാഭാവികമായൊരു ഡൗട്ട് ഉണ്ടാകും. അതിനുള്ള കാരണം അവർ തന്നെ പറയുന്നുണ്ട്. കേട്ടുവെക്കാം. എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. അയ്യോ, എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ അതാണ്. അതായത് ഈ സ്ത്രീ 2013 അങ്ങനെയാണ് സുധിയുമായിട്ട്, ഇപ്പം ഈ പറയുന്ന സ്ത്രീ അവർ ഈ ഫീൽഡിൽ തന്നെ, അതായത് ഈ ഒരു ഇവരുടെ തന്നെ മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫീൽഡിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ്. അവർ തമ്മിൽ കല്യാണം കഴിച്ചു, ലീഗലി വീട്ടുകാർ ഉറപ്പിച്ച്. അതായത് സുധിയുടെ ആദ്യ ഭാര്യ, ഇപ്പോൾ നിലവിലുള്ള കിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ പോയതിന് ശേഷം ആ
ഇയാളുടെ ലൈഫിലോട്ട് വന്ന ആളാണ്. അവർ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് ലീഗലി കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ആൾക്കാരാണ്. താമസിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇവരുടെ കൂടെ താമസിക്കുന്ന സമയത്ത് തന്നെ രേണുവായിട്ട് ഇവർക്ക് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതെന്തുകൊണ്ട് ഇവർ ഇത്രയും കാലം അവർ ലീഗലി ഡിവോഴ്സ് വാങ്ങി അവർ സെപ്പറേറ്റ് ആയി അവർ വേറെ കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടി, അതൊക്കെ ഇവർ ഇതിൽ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടും ഇവരിപ്പോൾ ഇത് വന്ന് പറയേണ്ട കാരണം നമുക്ക് നോർമലി തോന്നുന്ന ഒരു കാര്യം ഇവരോ രേണുവിനോട് അസൂയ ഉണ്ടായിട്ടാണോ, കാര്യം അവർക്ക് കിട്ടിയ ഫെയിം, സൂതി മരിച്ചത് കൊണ്ട് വീട്, അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ സപ്പോർട്ട്, ഇതൊക്കെ കൊണ്ടായിരുന്നു. അല്ല, അവർ പറയുന്നത് അത് ഇപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ, ഇവരെല്ലാവരും തന്നെ കൊല്ലത്തുള്ള ആൾക്കാരാണ്. ഇവരെല്ലാവരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു കൈ ഇല്ലാത്തവന് ഒരു വിരലില്ലാത്തവന് അടിക്കുന്ന പരിപാടിയില്ലേ, അത് രേണു കാണിച്ചു. രേണുവിന് സ്വാഭാവികമായിട്ട് അറിയാം എനിക്ക് ഇന്ന കുറവുകളുണ്ട്, ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാ പൊത്തിയിട്ട് മിണ്ടാതെ എൻ്റെ കാര്യം നോക്കി എൻ്റെ ജോലി ചെയ്ത് മുന്നോട്ട് പോകണം. അതല്ലാണ്ട് ചുമ്മാ വെറുതെ മറ്റുള്ളവരെ ചൊറിയാൻ പോലെ ആ ചൊറിച്ചിലിൻ്റെ പരിപാടി ഇപ്പോൾ ഇവർ കയറി മാന്തിയിട്ട് പോയത്. എന്താന്ന് വെച്ചാൽ രേണുവിനെയും ഇവരെ എല്ലാവരെയും അറിയാമെന്ന പൊതുവായിട്ടുള്ള ആൾക്കാർ ചോദിക്കും, മറ്റവരെ കാണാറുണ്ടോ, എന്താണ് വിശേഷം എന്ന് രേണുവിനോട് ചോദിക്കുന്നവരോടെല്ലാം അവർ പറയുന്നത്, അയ്യോ അവൾ എൻ്റെ സുധിച്ചേട്ടൻ്റെ കൂടെ ഇല്ലീഗലായിട്ട് താമസിച്ച് അവർ ലിവിങ് ടുഗദർ ആയിരുന്നു. അങ്ങനെ ലിവിങ് ടുഗദർ ആയോണ്ടിരുന്നിട്ട് സുധിച്ചേട്ടനെ പറ്റിച്ച് കുറേ കാശൊക്കെ അടിച്ചോണ്ട് പോയി. അങ്ങനെ ഒരു വൃത്തികെട്ട സ്ത്രീയാണ് എന്ന രീതിയിൽ രേണു ഇവരെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പല ആൾക്കാരോടും പറയുന്നു. അങ്ങനെ പറയുന്നത് കൊണ്ട് ഇവർക്കിപ്പോൾ ഇവരുടെ ജോലി സ്ഥലത്തും ഇവരുടെ ഫാമിലിയിലും ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, നാണക്കേട് ഉണ്ടാവുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഈ സംഭവം പുറത്ത് പറയുന്നത് എന്നാണ് ഇവർ പറയുന്നത്. എന്തിനാണ് രേണു ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? വെറുതെ അവരുടെ കാര്യം നോക്കി ഇരുന്നൂടെ? നിനക്ക് വല്ല ആൽബം ഒക്കെ ചെയ്ത് മിണ്ടാണ്ട് പോയാൽ പോരെ? ബാക്കി അവർ തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ, എനിക്ക് എങ്ങനെ റെക്കോർഡിങ്ങിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി. അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഈ പെൺകുട്ടി? ചോദിച്ചു, സുജി അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത് എന്തിനാന്ന് എനിക്ക് അറിയില്ല. അവർക്ക് റേറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇപ്പൊ നിലവിൽ അവളാണല്ലോ രേണു സുബിയുടെ കൂടെ നിൽക്കുന്ന അതേ പാറ്റേണിലാണ് സുബി എന്നോട് സംസാരിച്ചോണ്ടിരുന്നത്. ഞാൻ ഈ സംസാരത്തിലാണ് വീണ് പോയത്. അങ്ങനെ തന്നെയാണ്. അല്ലാതെ രേണുവിനെ മാത്രമല്ല പൊന്നെ ചക്കരയെന്ന് വിളിക്കുന്നത്. എനിക്കിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല. എനിക്ക് പുള്ളിയുടെ ഭാര്യ എന്ന ലേവൽ വീട്ടിൽ ഇഷ്ടമല്ല. പുള്ളിയുടെ ഭാര്യ ആയി എന്ന് പറയാൻ ഇഷ്ടമല്ല. അതായത് ഇവിടെ സപ്പോർട്ട് ചെയ്ത് പോയി ആക്കാൻ ഇഷ്ടമാണ്. എന്ത് കണ്ടിട്ടാണ് ഇവിടെ പോയത്? നമസ്കാരം, ഇന്ന് എന്നോടുള്ള ഗസ്റ്റ് എന്റെ ഫോണിലാണ് വരുന്നത്. ആ വ്യക്തി ഒരു കാട്ടിൽ ക്ഷേത്രത്തിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാശുകാരി ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചു. ചേച്ചിയോട് പറഞ്ഞു അറിയാം. നിങ്ങൾ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തെ എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രി ആണോ എന്തായിരുന്നു? ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു. മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നത്. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻ ടെലികോമാണ് മാരേജ് ചെയ്യുന്നത്. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിലേക്ക് വന്നു. മാരേജ് കഴിഞ്ഞ വർഷം 2013 2012 ലാസ്റ്റ് ഡിസംബർ 26 തീയതിയാണ്. 2012 ലാസ്റ്റ്. ഓക്കെ. അപ്പൊ ഈ കല്യാണം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടന്നര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ എന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടാ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചൂടെ? ഞാൻ തന്നെയാണ് ചോദിച്ചത്. ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കൊച്ചാണ്, നീ എന്തർത്ഥത്തിലാണ്. ഓക്കെ, അതെന്തായാലും അങ്ങനെയൊക്കെ പോട്ടെ. അതായത് ഇവർ തമ്മിൽ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇവർ തമ്മിലുള്ള അടുപ്പം വെച്ചിട്ട് ആൾക്കാർ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഇവർ തമ്മിൽ തന്നെ വീട്ടുകാരൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണമൊക്കെ കഴിച്ചു. അവർ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോവുകയാണ്. പുള്ളി പൊതുവെ ഒരു മരിച്ചു പോയ ആളാണ്. അയാളെക്കുറിച്ച് നമുക്കിപ്പോൾ എന്ത് വേണം, ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം. പക്ഷേ ഇത് കല്യാണം എന്നൊക്കെ പറയുന്നത് ലീഗലി ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രൂഫും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവരൊരിക്കലും വന്ന് കള്ളം പറയേണ്ട കാര്യമില്ല. പിന്നെ ഡിവോഴ്സ് വാങ്ങിയതിന് പ്രൂഫ് ഉണ്ടാകും. അതൊക്കെ ഈ മീഡിയക്കാരോട് പറഞ്ഞപ്പോൾ അവരതെല്ലാം അന്വേഷിച്ചു. അതിന് പ്രൂഫുണ്ട്, കല്യാണം കഴിച്ചതിന് പ്രൂഫുണ്ട്, ലീഗലി മാരേജ് ചെയ്തതിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഡിവോഴ്സ് ആയതിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരിപ്പോൾ നിലവിൽ വേറൊരു കല്യാണം കഴിച്ച് അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവാണ്. രേണുവിൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ അതിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ
നമുക്കറിയാം നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തുക. വെറുതെ ആവശ്യമില്ലാത്തവരെ കുത്താൻ പോകരുത്. കുത്തി കഴിയുമ്പോൾ അവരിങ്ങനെ വന്നിട്ട് തിരിച്ച് നമ്മളെക്കുറിച്ച് ഇതുപോലെ പറയും. അപ്പോൾ ഉള്ള കഞ്ഞിയിൽ പാറ്റ വാരി ഇടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ രേണു കാണിച്ചത്. പൊതുവേ രേണുവിന് ഇപ്പോൾ ഹേറ്റേഴ്സ് ഒരുപാടുള്ള സമയമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചൊക്കെ ഇഷ്ടം ആൾക്കാർക്ക് ഉണ്ടായി വരുന്ന ഒരു ഒറ്റയ്ക്ക് ഒരു ജീവിക്കുന്ന സ്ത്രീയല്ലേ, വിധവയായിട്ടുള്ള സ്ത്രീയല്ലേ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് ജോലി ചെയ്ത് ജീവിച്ച് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കാർ ഇട്ട് തുടങ്ങിയ സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർക്കിപ്പോൾ പറയാമല്ലോ, അവർ മുന്നേ കല്യാണം കഴിച്ചു, അവർ തമ്മിൽ പറ്റില്ല, അവർ ഡിവോഴ്സ് ആയിപ്പോയി. അങ്ങനെ പറഞ്ഞാൽ തീരാവുന്ന, അതവർ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കിയാൽ തീരാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. പൊതുവെ സ്ത്രീകൾക്ക് അവരുടെ അഭിമാനത്തിൽ തൊടുന്ന ഒരു പ്രശ്നം വരുമ്പോൾ ഈ ആരായാലും പ്രതികരിക്കും. അവരെ എല്ലാ ഫീൽഡിലും നടന്നിട്ട് അവർ മോശപ്പെട്ട സ്ത്രീയാണ്, അവർ ഇവയോളുമായിട്ട് ആവശ്യമില്ലാത്തൊരു ബന്ധുവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാത്രമാണ് ഒറിജിനൽ ഭാര്യ, വേറെ ആരും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. അങ്ങനെ ഇപ്പോൾ ഞാനും നാറി നീയും നാറി. ഇപ്പോൾ അവർക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല, പേര് പറയാൻ താല്പര്യമില്ല. അതൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ദാദാന്നും പറഞ്ഞ് പെട്ടെന്ന് കാര്യം അവർ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാകുമ്പോൾ അവരെ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് വലിയ ടാസ്ക് ഒന്നും അല്ല. അതൊക്കെ പെട്ടെന്ന് വരും. മിക്കവാറും അടുത്ത ഇൻ്റർവ്യൂ രേണുവിൻ്റെ വരുമ്പോഴത്തേന് അവർ തന്നെ പ്രത്യേകിച്ച് പേര് പറഞ്ഞോളും. അതിൻ്റെ ബുദ്ധിമുട്ടില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ ലൈഫിൽ പോയി ചൊറിയാൻ പോലും ആരും ഒന്നും തികഞ്ഞ ഒരു മനുഷ്യരും ഇല്ല. എല്ലാവർക്കും അവരവരുടേതായ കുറ്റങ്ങളും കുറവുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മുന്നോട്ട് മറ്റൊരു മനുഷ്യനെ ദ്രോഹിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പച്ചയ്ക്ക് നീ എന്തിനു ഒതുക്കണമെന്ന് പറയണം, നിനക്ക് വേറെ കാര്യമില്ലേ? എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാനിതിൽ കൂടെയല്ലേ പറയും. അല്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ട് 24 ഫ്ലവേഴ്സൊക്കെ വന്നിട്ട് ചോദിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ. അപ്പോഴേക്കും നിനക്ക് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ എന്തോന്ന് ഒപ്പീനിയൻ, അവരുടെ ഒപ്പീനിയൻ. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അഭിപ്രായം പറയണം. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് ഇല്ലാതിരിക്കാം. ചിലപ്പോൾ ഇത് കേട്ടിട്ട് അവർക്ക് തോന്നും, ഒരു റീതിങ്കിങ് തോന്നുവാണ്, ശരിയാണ് ഞാൻ അവിടെ പോയി ചൊറിഞ്ഞിട്ടാണല്ലോ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായതെന്ന് തോന്നിയിട്ട് അവരത് മാറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ നമ്മൾ കാരണം മാറാൻ പറ്റിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ബാക്കി കൂടെ കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. നിനക്ക് സംസാരിക്കുന്ന എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോകും, ചേട്ടൻ വേറെ പോകും, അപ്പോഴും തന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്ന് പുള്ളിക്ക് മകനുണ്ട്, രാഹുൽ ദാസ്. അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുട്ടിയുള്ള സമയത്ത് തന്നെയാണ് ഇവർ ലീഗലി കല്യാണം കഴിച്ച ആൾക്കാരാണ്. ലീഗലി 5 വർഷം വരെ താമസിച്ച ആൾക്കാരാണ്. അതെല്ലാത്തിനും തെളിവുണ്ട്, ഫോട്ടോസ്, പ്രൂഫ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആരും തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇല്ലാത്തൊരു കാര്യം വന്നവർ പറയൂലല്ലോ, അങ്ങനെ പറയും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇവരുടെ ഫേസും കാര്യങ്ങളൊക്കെ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രേണു തന്നെ മിക്കവാറും വന്ന് പറയും, രേണു മകളെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയി ചൊറി മേടിച്ചിട്ട് വന്നിരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. നീ നിൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. വെറുതെ സൂതി ജീവിച്ചിരുന്നപ്പോൾ ആരെയൊക്കെ കല്യാണം കഴിച്ചു, ഇനി ആരെങ്കിലും വരാനുണ്ടോ, നിലവിൽ ഇനി വേറെ ആരെങ്കിലും എവിടെന്നെങ്കിലും വരുമോ എന്നുള്ളത് നിനക്ക് അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ അംഗീകരിച്ച് കൊടുക്കുക. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. കാര്യം അയാൾ മരിക്കുന്നതിന് മുന്നേ നീയാണ് അയാളുടെ ഭാര്യയെന്ന്, വൈഫെന്ന് അയാളത് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ട് പോയി. നിലവിൽ നീ തന്നെയാണ് ഭാര്യ. അതുകൊണ്ട് അതൊന്നും നീ മറ്റൊരാൾ ഭാര്യ ആയിരുന്നു എന്ന് നീ സമ്മതിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം അവർക്കുണ്ടാവും, നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ലീഗലി ലാസ്റ്റ് അയാൾ മരിക്കുന്ന കാലം വരെയും നീ ആയിരുന്നു ഭാര്യ. അതിന് ഇടയ്ക്ക് വന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് നീ വന്നത്. അപ്പം നിനക്ക് തന്നെയാണ് അവിടെ അവസാനം വന്ന ആൾ തന്നെയാണ്. കല്യാണം അവസാനമായിട്ട് ലീഗലി മാരേജ് ചെയ്ത ആരെയാണോ അവർക്ക് തന്നെയാണ് സ്ഥാനം. അതുകൊണ്ട് നിൻ്റെ സ്ഥാനമൊന്നും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ വിചാരിക്കേണ്ട ഒരു കാര്യം, വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ള മനുഷ്യരെ പോയി ചൊറിയാണ്ടിരിക്കുക. അത് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണെങ്കിൽ പറഞ്ഞു തരുവാണ്, ചൊറിയാതിരിക്കുക. ഇതുപോലെ ആൾക്കാർ വന്നിട്ട് പറയും. അപ്പോൾ ഈ ഉണ്ടാവുന്ന സപ്പോർട്ടും കൂടി നഷ്ടപ്പെട്ടു പോകും. എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്? നല്ല സപ്പോർട്ടോടുകൂടി നല്ല രീതിയിൽ മക്കളെയൊക്കെ വളർത്തി മുന്നോട്ട് പോവുക. നെഗറ്റീവ് പറയുന്നവർ പറയും, നമുക്കിപ്പോൾ എല്ലാ കഴിവും എല്ലാം തികച്ചൊന്നും ആരും തരൂല. നിനക്ക് പറ്റുന്ന രീതിയിൽ, നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് പോവുക. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടെ, കാണുന്നവർ കാണട്ടെ, കാണാത്തവർ അവരെ വഴിക്ക് പൊയ്ക്കോട്ടെ. അതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരിൽ അടുത്ത പ്രതികരണം വരുമ്പോൾ ഞാൻ അടുത്തും വീഡിയോ ചെയ്യും. അടുത്തും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള മൈ ഒപ്പീനിയൻ എൻ്റെ ലെവലിൽ എൻ്റെ ചാനലിൽ ഞാൻ തന്നെ പറയും. കാണുന്നവർക്ക് കാണാം, കാണാത്തവർക്ക് ഈ പറയുന്ന പോലെ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു,
ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. ഞാൻ ഇത് തുടങ്ങിയിട്ട് കുറേ നാളായിട്ട്, പക്ഷേ ഇപ്പോഴാണ് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തന്നെ തോന്നിയത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, എനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ചുമ്മാ ഇങ്ങനെ പണിയെടുത്ത് വീട് നോക്കി മക്കളെ നോക്കി ജീവിച്ചൊരു കാര്യമില്ല. എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനെങ്ങനെ മുന്നോട്ട്. അതുവരെ ചുമ്മാ റീൽസൊക്കെ ചെയ്ത് എന്തെങ്കിലും കളയുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണമല്ലോ. അങ്ങനെയാണിപ്പോൾ ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടു. അപ്പോൾ എല്ലാവരും എന്നെ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പറ്റുന്ന പരിമിതികൾ വെച്ചിട്ട്, ഇപ്പോൾ നിലവിലുള്ള പരിമിതികൾ വെച്ചിട്ട് ഞാനും വീഡിയോസൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ്. തെറി വിളിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. തെറി വിളിക്കുമ്പോൾ ഉണ്ടാവും നമ്മൾ പിറകിലോട്ട് പോകാൻ തോന്നും. നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരാളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ട്, അത് ഏത് രീതിയിലാണെങ്കിലും, കാശ് പൈസ ഒന്നും തന്നിട്ടൊന്നും ആരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പാവങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. തിരിച്ചതുപോലെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനും ബെറ്ററായിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും സീ യു സൂൺ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. കാണുന്നവരേക്കും എല്ലാവർക്കും വണക്കം. ബൈ.